സ്നേഹമുള്ള ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ പ്രാവശ്യം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഡോക്ടർ രഞ്ജിത്ത് രാജ് എന്ന വ്യക്തിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. പ്രത്യേകിച്ച് അദ്ദേഹം വളരെ മനോഹരമായ ഒരു ക്ലാസ്സാണ് അതിലെടുക്കുന്നത്. പ്രത്യേകിച്ച് അത് എടുത്തു പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളെയും എങ്ങനെ തരണം ചെയ്യണമെന്ന് ഒരു ഇന്തോനേഷ്യൻ മാലിയോ എന്ന പക്ഷിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ്. വളരെ മനോഹരമായ ഒരു അവതരണം. അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തു ആ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണം. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് കേൾക്കുന്ന കുറച്ചെങ്കിലും വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് അവതരിപ്പിക്കുക. അത് ഈ ഒരു പക്ഷിയെ കുറിച്ച് ഇന്തോനേഷ്യൻ മാലിയോ എന്ന ആ പക്ഷിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അത് ആ പക്ഷി മുട്ടയിടുന്ന സമയമാകുമ്പോൾ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവിടെ ഒരു 3 അടിയോളം താഴ്ചയിൽ കുഴിയെടുത്ത് അതിൽ മുട്ടയിട്ട് മൂടിയതിനു ശേഷം ആ പക്ഷി പറന്നുപോകും. പിന്നീട് യാതൊരു തരത്തിലുള്ള പരിചരണമോ സപ്പോർട്ടോ ഒന്നും കൊടുക്കുന്നില്ല. മറിച്ച് ഈ മുട്ട പ്രകൃതി തന്നെ ഈ മുട്ട വിരിയിപ്പിക്കുകയാണ്. ഈ മുട്ട വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുക. കാരണം അത് മുകളിലേക്ക് വരുമ്പോൾ അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ ആരുമില്ല, അമ്മയില്ല, ഭക്ഷണം കൊടുക്കാനൊന്നുമില്ല. പക്ഷേ ആ നിമിഷം തന്നെ പതിയെ പറന്നു തുടങ്ങാനുള്ള ഒരു കഴിവ് ദൈവം ആ പക്ഷി കുഞ്ഞുങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരാതി പറയാറുണ്ട്, എന്നെ ഒന്ന് കയറ്റി വിടുവാൻ ആരും ഉണ്ടായിരുന്നില്ല, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഈ ഒരു അവസ്ഥയിലേക്ക് ആയത്. എനിക്ക് ജീവിതത്തിൽ ഒന്നും വിജയിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം എന്നെ കൈപിടിച്ച് നടത്താനോ എനിക്ക് വേണ്ട സപ്പോർട്ട് തരാനോ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ പരാതിയല്ലേ. പക്ഷേ ഈ വ്യക്തി ഈ ഒരു ഇന്തോനേഷ്യൻ പക്ഷിയായ മാലിയോയുടെ ആ അവതരണത്തിലൂടെ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ തന്നെ കർത്താവ് ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. നിനക്ക് പറന്നുയരാനുള്ള ചിറക് കർത്താവ് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ നിന്റെ പ്രതിസന്ധികളിൽ അതെങ്ങനെ തരണം ചെയ്യണമെന്ന് ഉള്ള ഒരു ഉൾക്കരുത്ത് കർത്താവ് നിനക്കായിട്ട് നൽകി. ആ ഉൾക്കരുത്തുള്ള വ്യക്തിക്ക് മാത്രമേ ഇതുപോലെയുള്ള പ്രതിസന്ധികളിൽ സ്വയം മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റുള്ളവരും പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കും വളരാൻ സാധിക്കില്ല. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാവും. എന്ത് ചെയ്യണമെങ്കിൽ ഒരു അഭിപ്രായം ചോദിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് എപ്പോഴും മറ്റുള്ളവരുടെ ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും എൻ്റെ വഴി ഞാൻ കണ്ടെത്തും എന്ന ഒരു ഉൾക്കരുത്തുള്ള വ്യക്തിയെ സംബന്ധിച്ച് അവൻ തരണം ചെയ്യും. എന്നൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഒരു പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് അവൻ വീണു പോയാലും അവിടെ നിന്ന് അവൻ ചാടി എണീക്കും. കാരണം അവൻ്റെ മനസ്സിന് ഒരു ഉൾക്കരുത്തുണ്ട്. അത് വേറെ ആരും നൽകുന്നതല്ല, ദൈവം നൽകുന്ന ഒരു ഉൾക്കരുത്താണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? ചുറ്റുമുള്ള എല്ലാം ഒന്ന് നോക്കി കാണണം. എന്തുകൊണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് ഈ ഒരു പ്രശ്നം കടന്നു വന്നത്? എങ്ങനെയായിരിക്കാം എനിക്കിതിൽ നിന്ന് ഒന്ന് കരകയറാൻ സാധിക്കുക? അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം? അതിന് എന്തെല്ലാം പ്രിപ്പറേഷനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടത്? അല്ലേ, വളരെ മനോഹരമായ ഒരു അവതരണം. ആ അവതരണം കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഇത് തന്നെയാണ്, ഈ ഒരു ഉൾക്കരുത്ത്. ആ ഉൾക്കരുത്ത് കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക, മനുഷ്യരിലല്ല ദൈവത്തിൽ ആശ്രയിക്കുക. സ്വയം ബിൽഡപ്പ് ചെയ്യാനുള്ള കരുത്ത് തരുന്നതിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് പലപ്പോഴും ഇല്ലാത്തൊരു കാര്യം അത് തന്നെയാണ്. നമ്മളിൽ തന്നെ അഹങ്കരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ ദൈവവും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ബോധ്യം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി. ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നിന്റെ ജീവിതത്തിൽ നിനക്ക് എല്ലാം ചെയ്യാനുള്ള കരുത്ത് കർത്താവ് നൽകിയിട്ടില്ലേ? അത് നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ തിരിച്ചറിവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ നിനക്ക് സാധിക്കും. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ദൈവത്തിന്റെ കരങ്ങളിലെ പന്തുകളല്ലേ നമ്മൾ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്, ഈ വളരെ ആക്ഷൻ സോങ് ആണ്. യേശുവിൻ്റെ കൈകളിലെ പന്തുകളല്ലോ നമ്മളെന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി ആഹ്ലാദത്തോടെ ഡാൻസ് കളിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ അത് ശരിയാണ്. കർത്താവിൻ്റെ കയ്യിൽ പന്തുകളാണെങ്കിൽ കർത്താവിൻ്റെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, ഏത് സൈഡിലേക്ക് വേണമെങ്കിലും വലിച്ചെറിയാം. പക്ഷേ അവിടുന്ന് തിരികെ വരേണ്ടത് ആരാണ്? നമ്മളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പരീക്ഷണങ്ങൾ കടന്നു വരും. ചിലപ്പോൾ നിരാശയുടെ പടുകുഴിയിലേക്ക് തന്നെ നമ്മൾ വീണു പോയെന്ന് വരാം. പക്ഷെ അവിടെ എല്ലാം തിരിച്ചു വരാനുള്ള ശക്തി കൂടി കർത്താവ് നിനക്ക് തന്നു. ഇതൊക്കെ ഒരു ടെസ്റ്റാണെന്നേ. നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് നിന്ന് ചെറിയൊരു ടെസ്റ്റ്. ഇത് പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായും നിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വിജയം കണ്ടെത്താൻ നിനക്ക് സാധിക്കും. പക്ഷേ ഇത് ടെസ്റ്റാണെന്ന് തിരിച്ചറിയുന്നതിന് പകരം എന്താണ് നമ്മൾ ചെയ്യുക? അത് പഴിച്ചുകൊണ്ടിരിക്കും. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഇതിങ്ങനെ സംഭവിച്ചല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ തളർന്നു പോകും.
അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്നെ നയിക്കുന്നവൻ, എന്നെ ശക്തി പകരുന്നവൻ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അവൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്തിലെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. സ്വയം വളരുവാനുള്ള കരുത്തും കർത്താവ് തന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവ്. അതിന് ഡോക്ടർ രഞ്ജിത്ത് രാജിനെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായ ഒരു വീഡിയോ തീർച്ചയായും മറ്റുള്ളവർക്ക് ഉപകാരം നൽകുന്നതാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇതുപോലെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അതേപോലെയുള്ള ഒരു അവതരണ ശൈലിയായിരുന്നു അദ്ദേഹത്തെ കണ്ടത്. അതുപോലെ ഒന്നും എത്താൻ നമുക്ക് സാധിക്കില്ല എന്നറിയാം. എങ്കിൽ പോലും ആരെങ്കിലും ഇത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങളും മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക. ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഈ ഇന്തോനേഷ്യൻ പക്ഷി മാലിയോ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ച് മുന്നേറാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലക്ഷ്മിയുടെ കത്തിരിക്കും.